തിരുവനന്തപുരത്ത് റോഡ് അടച്ച് പാർട്ടി സമ്മേളനം നടത്തിയത് ശരിയായ നടപടിയായിരുന്നില്ല, തെറ്റായിപ്പോയി എന്ന നിലപാടുമായി CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. CPMന്റെ തിരുവനന്തപുരത്തെ പാളയം ഏരിയ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തെ പ്രധാന പട്ടണ കേന്ദ്രമായ വഞ്ചൂരിൽ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിൽ പകൽ സമയം മുഴുവനും റോഡ് അടച്ചിട്ടത്. പകൽ സമയവും രാത്രി അവിടെ പൊതുയോഗം നടന്നു. അങ്ങനെ അവിടെ അതിനുശേഷം കലാപരിപാടികൾ നടന്നു. അതെല്ലാം കഴിയുന്നതുവരെയും ഒരു പകലും ഒരു രാത്രിയും ആ സ്റ്റേജ് പൊളിച്ചു മാറ്റുന്നത് വരെയും അവിടെ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടത്തിയത്. ആ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇതുവരെയും CPM നേതാക്കൾ രംഗത്ത് വന്നത്. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്, അവിടെയാണ് കൂടുതൽ സ്ഥലമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡ് അടച്ചിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ സ്റ്റേജ് കെട്ടിയതും അവിടെ പൊതുയോഗം നടത്തിയതും എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ CPM പതുക്കെ ചുവട് മാറ്റം വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ആ റോഡ് അടച്ച് സമ്മേളനം നടത്തിയത് ശരിയായില്ല, തെറ്റായിപ്പോയി, അത് ശരിയായ നടപടിയായിരുന്നില്ല എന്ന് പറയുന്നു. അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഇത്തരത്തിലൊരു അഭിപ്രായമായിട്ട് രംഗത്ത് വരുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പങ്കെടുക്കുകയും ഉദ്ഘാടനവും ചെയ്ത യോഗമാണ്. ഇത്തരത്തിൽ നഗ്നമായി കോടതി അലക്ഷ്യം കാണിച്ചുകൊണ്ട് റോഡ് നിയമവിരുദ്ധമായിട്ട് നിയമലംഘനം നടത്തിക്കൊണ്ട് റോഡ് അടച്ച് ഒരു പൊതുയോഗം നടത്തിയിട്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അതിനകത്ത് യാതൊരു തെറ്റും തോന്നിയില്ല. അതിനകത്ത് ഒരു കോടതി അലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു ധാർമ്മികതയോ തോന്നിയില്ല. അദ്ദേഹം അവിടെ ആ യോഗം വളരെ ആവേശത്തോടു കൂടി തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് പോവുകയും ചെയ്തു. ഇതുവരെയും ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം വരികയും ചെയ്തില്ല. പക്ഷേ ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇപ്പോൾ ചെറിയ ഒരു തിരുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങനെ റോഡ് അടയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് വി ജോയിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ME ഗോവിന്ദൻ എന്ന് നമുക്ക് തോന്നുന്നു. എന്തിനാണ് ഇപ്പോൾ CPM ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റം നടത്തിയത്? കോടതി തലക്കിട്ട് കൊട്ടുകൊടുത്തത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ റോഡ് അടച്ചത്? നിങ്ങൾക്ക് ആരാണ് അതിനുള്ള അധികാരം തന്നത്? എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തുമാകാമെന്നാണോ നിങ്ങളുടെ വിചാരം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതി ഇന്നലെ ചോദിച്ചിരുന്നു ഈ റോഡ് അടച്ചതുമായി ബന്ധപ്പെട്ട്. മരട് സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഈ വഞ്ചൂർ റോഡ് അടച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തിരുവനന്തപുരത്ത് ആർക്കും തന്നെ അതിനുള്ള ഒരു ബോധം ഉണ്ടായില്ല എന്നാണ്. കോടതിയുടെ മുന്നിൽ നടന്നിട്ട് പോലും, കോടതിയുടെ മുന്നിലുള്ള റോഡ് അടച്ചിട്ട് പോലും കോടതിക്ക് ഒരു കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം വാർത്തകൾ വന്നു, വലിയ വിവാദമായപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ആ നിയമലംഘനം അവസാനം പോലീസ് കണ്ടാലറിയുന്ന 500 പേർക്കെതിരെ കേസെടുത്തു. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു കേസും എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ റോഡ് അടച്ചിരുന്നപ്പോൾ വാഹനങ്ങളെ നിയന്ത്രിച്ചതും യാത്രക്കാരെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞുവിട്ടതും എല്ലാം ഈ നിയമലംഘനം നടത്തിയിട്ടും അതിനെതിരായി ഒരു തരിമ്പ് അല്ലെങ്കിൽ ഒരു ചെറുവിരൽ നടപടി പോലും എടുക്കാതെ ഈ ആൾക്കാരെ തിരിച്ചുവിട്ടതും ഈ വഞ്ചൂരിലെ പോലീസ് തന്നെയാണ്. എന്തായാലും വഞ്ചൂരിലെ ഹൗസ് ഓഫീസറോട് വ്യക്തമായ വിവരങ്ങൾ, വിശദീകരണം നൽകണം. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ റോഡ് അടയ്ക്കാൻ അനുവാദം കൊടുത്തത്? ആരാണ് ഇതിന് അനുവാദം കൊടുത്തത്? ഇങ്ങനെ കോട്ടലക്ഷ്യം നടത്തിയിട്ട് അവിടെ ആരാണ് ഒന്നും കാണാതെ കണ്ണുമടച്ചിരുന്നത്? എന്താണ് അധികാരി വർഗം ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോടതി ഇന്നലെ വലിയ ശാസനം നടത്തി. അപ്പോ വഞ്ചൂർ പോലീസിലെ ഹൗസ് ഓഫീസറിന് ഇപ്പോ ഈ വിശദീകരണം കൊണ്ട് ഫയലുകൾ മാറി കെട്ടി ഹൈക്കോടതിയിൽ പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഹൈക്കോടതി എത്രയും വേഗം ഇതിനുള്ള വിവരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ യോഗത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണോ അവർക്കെതിരെ എല്ലാം നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് 2023 ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു രൂപരേഖ തയ്യാറാക്കിയിരുന്നു. റോഡിൽ എങ്ങനെയാണ് സമ്മേളനം നടത്തേണ്ടത്, റോഡിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, വഴിയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ, വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെയാണ് ഒരു യോഗം സംഘടിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു രൂപരേഖ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഹൈക്കോടതിയിലെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ രൂപരേഖ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നോ എന്നാണ് ഇന്നലെ ഹൈക്കോടതി അധികാരികളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്.
ആലോചിച്ച് നോക്കുക. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ തലക്കിട്ട് കൊട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്നലെ ഹൈക്കോടതി വെച്ചത്. നിങ്ങൾ ഈ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ഒരു രൂപരേഖ തയ്യാറാക്കി ജനങ്ങൾക്ക് വിട്ടിട്ട് അത് നിങ്ങൾ തന്നെ പാലിക്കാതെ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ CPM ഇപ്പോൾ നിലപാട് മാറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയും. ഇനി കോടതിയിൽ പോയിട്ട് കൂടുതൽ കോടതി വിളിച്ചു നിർത്തി നിയമ നടപടി എടുക്കാനും കൂടുതൽ വിമർശിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ ജോയിയുടെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത്. ഇത് ചെയ്ത് ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ച് ജനങ്ങൾ മുഴുവൻ ഒരു ദിവസം മുഴുവനും ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളും ആശുപത്രിയിൽ പോകുന്ന കുട്ടികളും അല്ലാതെ യാത്ര ചെയ്യുന്നവരെല്ലാം നരകയാതന അനുഭവിച്ചിട്ട് ഇപ്പോൾ വന്നിന്ന് പറയുന്നു ഞങ്ങൾക്ക് പറ്റിപ്പോയി, സോറി. അപ്പൊ സോറി എന്നൊരു വാക്ക് പറയുമ്പോൾ തീരുന്നതാണോ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വഞ്ചൂരിലെ തിരുവനന്തപുരം പട്ടണത്തിലെ ജനങ്ങൾ ഒരു രാത്രിയും ഒരു പകലും അനുഭവിച്ച ഈ നരകയാതന എന്നത് നിങ്ങളുടെ 4 അക്ഷരത്തിൽ ഇംഗ്ലീഷിലെ സോറി എന്ന വാക്കിൽ തീരുന്നതാണോ? എന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. കോടതിയിൽ ഈ പോലീസ് വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്, ഭരണാധികാരികൾ കൊടുക്കേണ്ടതുണ്ട്, PWD അധികൃതർ വിശദീകരണം കൊടുക്കേണ്ടി വരും, സർക്കാരും അതിന്റെ ഭാഗമായിട്ട് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോൾ കോടതി എന്ത് നടപടിയെടുക്കും? കോർട്ടലക്ഷ്യം നടക്കുമോ, അതോ ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി മാപ്പ് തരണമെന്ന് ചെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ജോയിയെ കൊണ്ട് പറയിപ്പിച്ച് തൽക്കാലം തടിയൂരുമോ? മിക്കവാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്ന. അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ജോയിയെ കൊണ്ട് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു തന്ത്രം. അത് ഗോവിന്ദൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലയിലെ കിരീടത്തിലെ തൂവൽ തെറിച്ചു പോവുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ പാടില്ല. അത് കോടതി ചൂണ്ടിക്കാട്ടിയാൽ പോലും കോടതിയുടെ മുന്നിൽ പോലും തെറ്റുപറ്റിയെന്ന് പറയാൻ പാടില്ല. കാരണം അത്രമാത്രം വലിയ അഹന്തം നിറഞ്ഞ ആളാണ്. കാരണം പാർട്ടി സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തിന്റെ പറഞ്ഞു മൈക്ക് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇയാൾ ഒരു സാധാരണ തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററുടെ തട്ടിക്കേറിയത് പോലും ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തോന്നാത്ത തരത്തിലാണെന്ന് സഖാക്കൾ സമ്മേളനങ്ങളിൽ അഭിപ്രായം പറയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ഒരു പ്രധാന ആളായിട്ട് ഒരു രൂപമായിട്ട് MV ഗോവിന്ദൻ മാറുന്നു. അത് CPMന്റെ MV ഗോവിന്ദന് തകരാറല്ല, CPMന്റെ പാർട്ടി എന്ന ആ പാർട്ടിയുടെ സംഘടനാ രീതിയുടെ ഒരു പ്രത്യേകതയാണ്. അത്തരത്തിൽ ഒരു ഗർവ് കാണിച്ച് ആൾക്കാർ മുന്നിൽ വലിയ ഗമ കാണിച്ച് നിൽക്കണമെന്നുള്ള തോന്നുന്നത് കൊണ്ടായിരിക്കും. എന്തായാലും ഈ റോഡ് അടച്ച വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. തെറ്റുപറ്റിപ്പോയെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതിയോ, ഇനി കോടതിയിൽ ചെന്ന് മാപ്പ് തരണമെന്ന് കോടതിയിൽ പറയുമോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്ന നടപടി? നമുക്ക് കാത്തിരിക്കാം.